എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഗ്രാമറിന്റെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ള ടോപ്പിക് ആണ് കേട്ടോ. സോ എക്സാമിന് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണ് ഒരു ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നോക്കിയാലോ. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ ആ ഒരു സെന്റൻസിന് കറക്റ്റ് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. SVO എന്ന് പറഞ്ഞിട്ട് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള ആ ഒരു ഫോമിലാണ് നമ്മുടെ സെന്റൻസ് ഉണ്ടാവാറുള്ളത്. അതിനെ നേരെ തിരിച്ചെഴുതാം. ഒബ്ജക്റ്റ് ആദ്യം വരാം, ഒബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരാം, പിന്നെ വേർബ് വരാം, പിന്നെ ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ സബ്ജക്റ്റ് ആവാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസീവ് വോയിസിലേക്ക് മാറ്റാ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ടോം ഈറ്റ്സ് ഐസ്ക്രീം. ടോം എന്ത് ചെയ്യുന്നുണ്ട്, ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഇവിടെ ടോം എന്നുള്ളത് എന്താ, സബ്ജക്റ്റ് ആണ്, ആക്ഷൻ ചെയ്യുന്ന ആളാണ്. ഈറ്റ്സ് എന്ന് പറയുന്നത് ചെയ്യുന്ന ആക്ഷൻ ആണ്, വേർബ് ആണ്. ഐസ്ക്രീം എന്നുള്ളതോ ഒബ്ജക്റ്റ് ആണ്, ആക്ഷൻ വന്ന് പതിക്കുന്ന ആളെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ എന്താക്കണം, ഐസ്ക്രീം ഒബ്ജക്റ്റ് ആദ്യം വരുന്ന രീതിയിൽ ഐസ്ക്രീം ഈസ് ഈറ്റൺ ബൈ ടോം എന്നാക്കണം. സോ ഇവിടെ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ടെൻസിലും ഡിഫറെൻറ്റ് ചേഞ്ചസ് ആണ് വരിക. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചതുപോലെ തന്നെ ഓരോ ടെൻസിലും എന്തൊക്കെ ചേഞ്ച് വരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം കേട്ടോ. പിന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് ആക്കുന്ന സമയത്ത് ഒരു കോംപ്ലിമെന്റ് എന്താവും, ഒരു ഏജന്റ് എന്താകും, ആഡ് ആയിട്ട് വരും കേട്ടോ. ബൈ എന്നുള്ള ഏജന്റ് എന്താവാറുണ്ട്, ആഡ് ചെയ്ത് വരാറുണ്ട്. പിന്നെ എപ്പോഴും ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് എപ്പോഴും വേർബ് ഏത് ഫോമിലായിരിക്കടാ, വേർബിന്റെ V3 ഫോമിലായിരിക്കും ഉണ്ടാവുക. അതും ആലോചിക്കുക കേട്ടോ. ഇപ്പൊ ഈ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ ആയിരിക്കും ഉണ്ടാവുക. ഗിവ് ആണെങ്കിൽ ഗിവ്, ഗേവ്, ഗിവൺ ആയിരിക്കും ഉണ്ടാവുക. വേർബിന്റെ V3 ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു ചേഞ്ചസ് നമ്മൾ പഠിക്കേണ്ടത് പ്രോണൗണുകളുടെ ചേഞ്ചസ് ആണ്. ആ ഒരു പ്രോണൗണുകൾക്ക് ചേഞ്ചസ് ഉണ്ടാവും റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉള്ളതുപോലെ തന്നെ. അപ്പൊ ഐ എന്താകും, മീ ആകും, വി അസ് ആകും, ഹി ഹിം ആകും, ഷീ ഹെർ ആകും, ദേ ദം ആകും, യു യുവൻ ആവും, ഇറ്റ് ഇറ്റൻ ആവും. സോ ഇതാണ് ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ പ്രോണൗണുകൾക്ക് സംഭവിക്കുന്ന എന്ത്. അവിടെ മുടി ഒന്ന് ജസ്റ്റ് പറയുന്നുണ്ട്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ പ്രോണൗണുകൾക്ക് സംഭവിക്കുന്ന ചേഞ്ചസ്. ഇനി സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് വന്നാൽ അതിനെങ്ങനെയാണ് നമ്മൾ പാസീവിലേക്ക് മാറ്റാൻ നോക്കാം. അപ്പോൾ പാസീവിലേക്ക് ഒരു സെന്റൻസ് മാറ്റുമ്പോൾ എൻ്റെ മക്കൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിൽ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആ ഒരു സെന്റൻസിനോട് വാട്ട് അല്ലെങ്കിൽ ഹൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരിക. നോക്കിക്കേ, ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ ഷീ റൈറ്റ്സ് വാട്ട്, ആ ലെറ്ററിലെ വേർബ് കഴിഞ്ഞ് ഉടനെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷീ റൈറ്റ്സ് വാട്ട്, ആ ലെറ്റർ എന്നുള്ളതാണ്. സോ ആ ലെറ്റർ എന്നുള്ളതാണ് എന്തായിട്ട് വരിക, ഒബ്ജക്റ്റ് ആയിട്ട് വരിക. അത് ആദ്യം എടുത്ത് എഴുതാം. റെഡി. ഇനി അത് കഴിഞ്ഞിട്ട് സിമ്പിൾ പ്രസന്റ് ആണെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക, വേർബിന്റെ ബേസ് ഫോമിലോ അല്ലെങ്കിൽ എസ് ഉള്ള ഫോമിലോ ആയിരിക്കും അല്ലെ. റൈറ്റ്, റൈറ്റ്സ്, പ്ലേ, പ്ലേസ് എന്നൊക്കെ ആയിരിക്കും വേർബ് ഉണ്ടാവുക. സോ നമ്മുടെ സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആർ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസീവിലേക്ക് മാറ്റുമ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് ആഡ് ചെയ്യും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും, ആർ ആഡ് ചെയ്യും. ഇവിടെ ഒറ്റ ലെറ്റർ ആണുള്ളത്, അപ്പൊ നമ്മൾ ഈസ് ആണോ ആർ ആണോ ആഡ് ചെയ്യാം, ഈസ് ആണല്ലേ. എ ലെറ്റർ ഈസ്. ഇനി റൈറ്റിന് എന്താക്കണം, V3 ഫോം ആയിരിക്കണം. റിട്ടൺ ബൈ ഷീ എന്താകും, ഹെർ ആകും. ആ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ് എന്ത്, കറക്റ്റ് ആൻസർ. ഇനി നോക്കിക്കേ, പ്രസന്റ് കണ്ടിന്യൂസിൽ ഒരു സെന്റൻസ് തന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാവുക, ING ഫോമിലായിരിക്കും വേർബ് ഉണ്ടാവുക. ഓക്കെ, കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ ING ഫോമിലായിരിക്കും. ആൻഡ് അത് പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കാൻ അവിടെ ഉണ്ടാവുന്നത് ഈസോ ആറോ ഐൻ്റെ കൂടെ ആണെങ്കിൽ ആമോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് മനസ്സിലായി പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന്. ഇനി അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ BEING, ബീങ് ആണ് ആഡ് ചെയ്യേണ്ടത്. ING ഉണ്ടെങ്കിൽ BEING ആഡ് ചെയ്യണം. ആലോചിക്കാം. സോ ദേ ആർ പെയിന്റിങ് ദ വാൾസ്. ദേ ആർ പെയിന്റിങ് വാട്ട്, ദ വാൾസ് ആണല്ലേ. അപ്പൊ ദ വാൾസ് ആണ് നമ്മുടെ ഒബ്ജക്ട്. ദ വാൾസ്, വാൾസ് എന്നുള്ളത് പ്ലൂറൽ ആണ്, ഒരുപാട് വാൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആർ ആഡ് ചെയ്യണം. ആർ. ഇനി ഉടനെ ആര് ആഡ് ചെയ്യണം, ബീങ് ആഡ് ചെയ്യുക അല്ലെ. ING ആയതുകൊണ്ട് ബീങ് ആഡ് ചെയ്യണം. V3 ഫോം വേർബിന്റെ പെയിന്റഡ് ബൈ ദേ എന്താകും, ദം ആകും. ക്ലിയർ അല്ലേ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഇനി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നോട്ടൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടുന്നതാണ്. സോ ആ ഒരു നോട്ട് വെച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എങ്ങനെയാ മനസ്സിലാക്കുക, അതിൽ എന്തുണ്ടാവും, വേർബിന്റെ V3 ഫോമും ഉണ്ടാവും, ഹാസും ഹാവ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ഹാസും ഹാവും
ഹാഡും ഉണ്ടെങ്കിൽ അല്ലെ പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് BEEN ബീനാണ് ആഡ് ചെയ്യേണ്ടത് BEEN ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഷീ ഹാസ് റിട്ടൺ എ നോവൽ ഷീ ഹാസ് റിട്ടൺ വാട്ട് ആ നോവൽ എന്നുള്ളതാണ്. അപ്പൊ നോവൽ എന്നുള്ളത് എന്താ ഒരാളല്ലേ അപ്പൊ നമ്മൾ ഹാസ് ആണോ ഹാവ് ആണോ ആഡ് ചെയ്യുക ഹാസ് ആണ്. ഹാസ് ബീൻ റിട്ടൺ ബൈ ഷീ എന്താകും ഹെർ ആകും. അപ്പൊ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് സിമ്പിൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് ആണ്. നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറാണ് ആഡ് ചെയ്യേണ്ടത്. പാസ്റ്റ് ആകുമ്പോഴോ വാസ് അല്ലെങ്കിൽ വേർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. വേർബ് എന്തായിരിക്കും വേർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോമിലായിരിക്കും. ഓക്കെ, ദേ വിസിറ്റഡ് ദ മ്യൂസിയം. ദേ വിസിറ്റഡ് വാട്ട് ദ മ്യൂസിയം ആണ് ഒബ്ജക്ട്. ദ മ്യൂസിയം. ഇനി എന്ത് ചെയ്യണം ഉടനെ മ്യൂസിയം ഒരാളായതുകൊണ്ട് നമ്മൾ വാസ് ആഡ് ചെയ്യണം. വാസ് visited by they എന്താകും them ആകും. ക്ലിയർ അല്ലേ? സോ ദ മ്യൂസിയം വാസ് വിസിറ്റഡ് ബൈ them എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, വ്യത്യാസമൊന്നുമില്ല, ING ഫോം ആണ്. പക്ഷെ അവിടെ എന്തായിരിക്കും വാസ് അല്ലെങ്കിൽ വേർ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പൊ നോക്കിക്കേ എന്താ ആഡ് ചെയ്യേണ്ടത് ബീങ് തന്നെയാണ്. നോക്കിക്കേ ഷീ വാസ് റീഡിങ് എ ബുക്ക്. അപ്പൊ എന്താ വരിക എ ബുക്ക്. ബുക്ക് എന്നുള്ളത് ഒരാളായതുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും വാസ് ആഡ് ചെയ്യും. എന്ത് ആഡ് ചെയ്യണം വാസ് ആഡ് ചെയ്യണം. ഈസിനും ആറിനും പകരം അവിടെ എന്ത് വരണം വാസ് അല്ലെങ്കിൽ വേറെ വരണം. വാസ് ബീങ് റെഡ് അല്ലേ V3 ഫോം റെഡ് ബൈ ഹെർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് ആയാൽ നമ്മൾ ആരെയാണ് ആഡ് ചെയ്യേണ്ടത് ബീനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ കുറച്ച് ടെൻസുകളെ മാത്രമേ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ആ ടെൻസുകളാണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബീൻ ആഡ് ചെയ്യണം. ഹി ഹാഡ് ഫിനിഷ്ഡ് ദ പ്രൊജക്ട്. അപ്പൊ ദ പ്രൊജക്ട് എന്നുള്ളതാണ് ഒബ്ജക്ട്. ദ പ്രൊജക്ട് ഹാഡ് ബീൻ. ഹാഡ് കഴിഞ്ഞിട്ട് ആര് ആഡ് ചെയ്യണം ബീൻ ആഡ് ചെയ്യണം. ബീൻ ഫിനിഷ്ഡ് ബൈ ഹിം. ഇതാണ് എന്ത് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കിക്കേ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ആണെന്ന് എങ്ങനെയാ മനസ്സിലാവുക വില്ലും ഷാലും ഉണ്ടാവും. ആൻഡ് വില്ലും ഷാലും ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് BE ആണ്. BE. ഓക്കെ, ബി എന്നാണ് പറയാ BE. ഓക്കെ, സോ ദേ വിൽ ഡെലിവർ ദ പാക്കേജ്. ദേ വിൽ ഡെലിവർ വാട്ട് ദ പാക്കേജ് എന്നുള്ളതാണ്. സോ ദ പാക്കേജ് ഈ വില്ല് എഴുതാം. വില്ല് കഴിഞ്ഞ ഉടനെ ആരെ എഴുതണം ബി എഴുതണം. BE എഴുതണം. സോ വിൽ ബി ഡെലിവേർഡ് ബൈ ദം എന്നുള്ളതാണ്. ദേ എന്താകും ദം ആകും. ദം എന്നുള്ളതാണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കത്. ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. ഇവിടെ എന്താ പ്രസന്റ് ടെൻസിലാണ് എക്സ്പ്ലെയിൻസ് ആണ് അല്ലെ. അപ്പൊ ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് വാട്ട് ലെസൺ ആണ്. സോ ദ ലെസൺ എന്നുള്ളതാണ് ഒബ്ജക്ട്. ദ ലെസൺ. ഇനി പ്രസന്റ് ടെൻസിൽ ആയതുകൊണ്ട് ആര് ആഡ് ചെയ്യണം ഈസ് അല്ലെങ്കിൽ ആർ ആഡ് ചെയ്യണം. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഈസ് ആഡ് ചെയ്യാം. ഈസ് explain അല്ലെ past tense ആവണം. explained by the teacher. റെഡി അല്ലേ? സിമ്പിൾ ആണ് കേട്ടോ. ഇനി മൈ സിസ്റ്റർ ഈസ് കുക്കിംഗ് ഡിന്നർ. ഇവിടെ എന്താ ഈസും ഉണ്ട് ING ഉണ്ട്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി ഇവിടെ ഒബ്ജക്ട് ഏതാടാ ഡിന്നർ ആണ്. അപ്പൊ ഡിന്നർ ഈസ് ബീങ് കുക്ക്ഡ് ബൈ മൈ സിസ്റ്റർ. റെഡി. ഇനി അടുത്ത നോക്കിക്കേ ദ കമ്പനി വിൽ ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ്. ഫ്യൂച്ചർ ടെൻസ് ആണ് വില്ലാണ് ഉള്ളത്. അപ്പൊ എന്താ വരേണ്ടത് വിൽ ബി ആണ്. ഇനി ഇവിടെ എന്താണ് നമ്മുടെ ഒബ്ജക്ട് ന്യൂ പ്രൊജക്ട് എന്നുള്ളതാണ്. അപ്പൊ ന്യൂ പ്രൊജക്ട് വിൽ ബി ഡെലിവേർഡ് ബൈ ദ കമ്പനി. ക്ലിയർ. ഇനി അടുത്ത് നോക്കിക്കേ ദ ക്യാറ്റ് ചേസ് ദ മൗസ്. ദ ക്യാറ്റ് എന്ത് ചെയ്തു മൗസിനെ ചേസ് ചെയ്തു. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അവിടെ എന്ത് വരണം വാസ് വരണം അല്ലെ. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് മൗസ് ആണ്. ദ മൗസ് വാസ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. റെഡി അല്ലേ? സോ ഇങ്ങനെയാണ്, വളരെ സിമ്പിൾ ആണ് ആക്റ്റീവും പാസീവും. ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ മിസ് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മളിവിടെ ഹോംവർക്ക് ആയിട്ട്. ഹോംവർക്ക് അല്ല, ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക, കമന്റ് ബിലോ കേട്ടോ. ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നോക്കിക്കേ അത് ക്വസ്റ്റ്യൻ ഇതാണ്. വി സ്റ്റാർട്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇൻ 1977. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റ് ഏതാന്നുള്ളത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സെന്റൻസ് എന്ത് ചെയ്യണം ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ആണല്ലേ. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത് വാസ് ആഡ് ചെയ്യണം.
was started by us. V എന്താകും? us in 1977. Clear അല്ലേ? So the Green Belt movement was started by us in 1977 ആണ് correct answer. ഇനി അടുത്ത നോക്കിക്കേ, 2 major incidents of forest fire were reported by the fireman. So the fireman എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്, സ്റ്റാർട്ടിങ് വരേണ്ടത്. So the fireman reported ആണ് അല്ലേ? So were reported ആണ്. അപ്പോൾ എന്ത് വരണം? The fireman were reported the 2 major incident. Okay, 2 major incidents of forest fire. Okay, so the fireman were reported 2 major incidents of forest fire എന്നുള്ളതാണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ റെഡി ആണല്ലോ? ഈസി അല്ലേ? വളരെ ഈസി അല്ലേ ആക്റ്റീവും പാസീവും എന്നുള്ളത്? അപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കും മിസ് ബൈ ഇല്ലല്ലോ എന്ന് കേട്ടോ. ഇവിടെ ഓഫ് ഫോറസ്റ്റ് ഫയർ എന്ന് വന്നിട്ടുണ്ട്, അപ്പൊ അവിടെ ബൈന്റെ വീണ്ടും ആവശ്യമില്ല കേട്ടോ. ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ കൊണ്ട് നമ്മൾ ഫോറസ്റ്റ് ഫയറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? സോ എപ്പോഴും ബൈ എഴുതണം എന്നില്ല, പക്ഷെ ബൈ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ സെന്റൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. ബൈ എന്നുള്ള ഏജന്റ് ഉണ്ടാവും, അതിന് പകരം ഇവിടെ ഓഫ് എന്നുള്ള ഏജന്റ് വന്നു എന്നുള്ളൂ. ഓക്കെ, സോ അടുത്തത് മിസ് നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. ഇവിടെ God has given me 2 years to listen to others. ഇവിടെ 2 years വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ God has given what? 2 years ആണ് അല്ലേ? അപ്പൊ 2 years given ആണ്, has given ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. 2 years ആയതുകൊണ്ട് അവിടെ പ്ലൂറൽ ആയാൽ ഹാവ് ആണോ ഹാസ് ആണോ വരിക എന്നുള്ളത് എൻ്റെ മക്കൾ ആലോചിക്കാം. വെർബിന്റെ V3 ഫോം വരും, ബൈ വരും. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുക. എന്നിട്ട് ഇതിന്റെ ആൻസർ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുന്നതാണ്? ഞാൻ കമന്റ് ചെയ്യുന്നതാണ് കേട്ടോ. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമ്മൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലവ് യു ഓൾ. ബൈ.